നമ്മൾ പി എസ് സിയുടെ പ്രീവിയസ് ഇയറിലെ 4 ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്യും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു സംഖ്യയുടെ 15% 9 ആയാൽ സംഖ്യ ഏത്? സംഖ്യ നമുക്ക് എക്സ് എന്ന് കൊടുത്താൽ സംഖ്യയുടെ 15% എന്ന് പറയുന്നത് 15% എന്ന് പറയുന്നത് 15/100 അല്ലേ? ഒരു സംഖ്യയുടെ 15% എന്ന് പറയുന്നത് എത്രയാണ്? അത് 9 ആണ് എന്ന് തന്നിട്ടുണ്ട്. സംഖ്യ കണ്ടുപിടിക്കണം. നമുക്കിങ്ങനെ എഴുതാം, 15x ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 9. ക്ലിയർ ആണല്ലോ? ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15x ഈസ് ഈക്വൽ ടു 100 × 9. എക്സ് കാണുവാനായിട്ട് 100 × 9 ബൈ 15. നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യാം. 9-ൽ 3 ഉണ്ട്, 15-ൽ 5 3 ഉണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്ക് 100 × 3 ബൈ 5 എന്ന് കിട്ടി. ഈ 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്കറിയാം അത് 20 ആണ്. 20 കിട്ടും. 20നെ 3 കൊണ്ട് ഗുണിച്ചാൽ 60. അതായത് നമ്മുടെ ആൻസർ എന്താണ്? 60 ആണ് നമ്മുടെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം. ഒരു സംഖ്യയുടെ 4 മടങ്ങിനേക്കാൾ 5 കുറവ്. നമുക്ക് നോക്കാം. സംഖ്യ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 4 മടങ്ങ് എന്ന് പറയുന്നത് 4x ആണ്. അതിനേക്കാൾ 5 കുറവ് എന്ന് പറയുന്നത് 5 കുറച്ചാൽ മതി. ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞിരിക്കുന്നത്? ആ സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3x ആണ്. 3 കൂടുതലാണ് +3. അപ്പോൾ ഇത്രയും എഴുതാൻ പറ്റിയാൽ നമുക്ക് ആൻസർ എളുപ്പമായി. നോക്കുക, ഇവിടെ ഒരു 4x ഉണ്ട്. ഈ 3xനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അപ്പോൾ ഇത് -3x ആകും. ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു 3 ഉണ്ട്. ഈ -5നെ വലത്തേക്ക് കൊണ്ടുവരുമ്പോൾ +5 ആകും. 4xൽ നിന്ന് 3x കുറച്ച് കഴിഞ്ഞാൽ x ആണ്. 5ഉം 3ഉം കൂടെ കൂട്ടിയാൽ 8. അതായത് എക്സിൻ്റെ വില എത്ര കിട്ടി? 8 എന്ന് കിട്ടി. വളരെ എളുപ്പം നമുക്ക് ആൻസർ കിട്ടിയല്ലേ? അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാം. 30 പേർ ചേർന്ന് 8 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി. അതായത് 30 പേർ ചേർന്ന് 8 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 40 പേർ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യും? 40 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ 0 വെട്ടിക്കളയാം. 8-ൽ 2 4 ഉണ്ട്. 4-ൽ ഒരു 4 ഉണ്ട്. ഇവിടെ 3ഉം 2ഉം 3ൻ്റെ × 2 6 ആണ്. 6നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 6 ആയിരിക്കും. 6 ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റിനിലോട്ട് വളരെ വേഗം നമുക്ക് പോകാം. നോക്കാം, ഒരു സംഖ്യയിൽ നിന്നും അര കുറച്ച് കിട്ടിയതിന് സംഖ്യയെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അര കുറക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2. ഇതിനെ ഇത്രയും നമുക്ക് ബ്രാക്കറ്റ് ഇടാം. ഇതിനെ 1/2 കൊണ്ട് ഗുണിച്ചപ്പോൾ × 1/2 ഗുണിച്ചപ്പോൾ 1/8 ആൻസർ കിട്ടി. അപ്പോൾ ഇതേപോലെ എഴുതാനായിട്ട് സാധിച്ചാൽ വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് 1/2 ബ്രാക്കറ്റിലെ 2 സംഖ്യകളെയും 1/2 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ 1/2നെ എക്സ് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1/2ൻ്റെ എക്സ് എന്ന് കിട്ടും. അല്ലെങ്കിൽ അതിനൊക്കെ x/2 എന്ന് എഴുതാം. മൈനസ് 1/2നെ 1/2 കൊണ്ട് എഴുതി കഴിഞ്ഞാൽ 1/4 കിട്ടും. ഈസ് ഈക്വൽ ടു 1/8 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് പറയാം x/2 എന്ന് പറയുന്നത് ഇവിടെ 1/8 ഓൾറെഡി ഉണ്ട്. ഈ മൈനസ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആകും. +1/4 ആകും. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ ഇത് നമ്മൾ കൂട്ടാനായിട്ട് പറ്റുമോ? ഡിനോമിനേറ്റർ സെയിം അല്ല. ഇവിടെ 8 ഉണ്ട്. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ ഇവിടെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 4 × 2 8. അപ്പോൾ ഇവിടെയും നമുക്ക് 2 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ നമുക്കത് മാറ്റി എഴുതാം. x/2 സമം 1/8 പ്ലസ് 1 × 2 2 4 × 2 8 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? നമുക്ക് ഒന്നുകൂടെ എഴുതാം. x/2 സമം ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. 1ഉം 2ഉം കൂടെ കൂട്ടാം 3. x/2 സമം 3/8 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 8x സമം 6 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് എന്ന് പറയുന്നത് 6/8 ആണ്. ഇതിനെ ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ 2ൻ്റെ ടേബിളിൽ 6 3 പ്രാവശ്യം, 2ൻ്റെ ടേബിളിൽ 8 4 പ്രാവശ്യം അല്ലേ? അതായത് പിന്നെ 8-ൽ പിന്നെ 4 2 ഉണ്ട്. 4 എഴുതാം. 6-ൽ 3 2 ഉണ്ട്. അപ്പോൾ 3/4 അതാണ് നമ്മുടെ ആൻസർ. നമ്മുടെ ആൻസർ എന്താണ്? 3/4. ഓക്കെ. അപ്പോൾ നമ്മൾ ഏതാണ്ട് 4 ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്തു. അപ്പോൾ ഇതേപോലെ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.